ബഹുമാനപ്പെട്ട അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിച്ചതാണ് ഇടവക ചുമതലക്കാരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതി ചെയ്യുന്നു. അതിനേക്കാൾ സന്തോഷം രാത്രി വളരെ തിരക്കില് യാത്ര ചെയ്ത് ദീർഘദൂരം യാത്ര ചെയ്ത് ദൂരത്തേക്കാൾ അധികം ദീർഘസമയം യാത്ര ചെയ്ത് കടന്നു വന്ന എല്ലാവർക്കായിട്ട് ദൈവത്തെ സ്തുതി. നമ്മൾ സങ്കീർത്തനമായിട്ട് ഒന്ന് വായിച്ചു. ഏത് സങ്കീർത്തനമാണെന്ന് അറിയണം? ഓർക്കുന്നുണ്ടോ? കാര്യം പറയാൻ പഠിക്കുന്നതാണ്. 67. ഈ 67-ാം സങ്കീർത്തനത്തിൽ എത്ര പ്രാവശ്യം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്? നോക്കിയില്ല, നോക്കണ്ട. 3 പ്രാവശ്യം. 3 പറയുന്ന ഉറപ്പിക്കുക. 1, 2, 3 രേഖ പിടിച്ചാൽ 3-ാമത്തെ പ്രാവശ്യം ഉറപ്പിക്കുക. അപ്പോൾ ഇത് തെരഞ്ഞെടുത്ത സഹോദരനെ എനിക്കറിയാൻ പേര് ഞാൻ വിട്ടുപോയി, ക്ഷമിക്കണം. ഉറപ്പിക്കുന്നതായിട്ടുള്ള ഒരു സങ്കീർത്തനം, അനുഗ്രഹിക്കും എന്നുള്ളതായിട്ടുള്ള ഉറപ്പ്. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ ഭാഗത്ത് നമ്മെ അനുഗ്രഹിക്കുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെടാതെ പോയാൽ ആരോടെ പോവാം? നമ്മുടെ അവിടെ പോവാം. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രാർത്ഥിക്കണം. കർത്താവെ, അനുഗ്രഹത്തിന് തടസ്സമായി എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന്. അതാണ് ഞാൻ കൂടുതൽ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഈ അനുഗ്രഹിക്കുമെന്നുള്ള വചനം കേട്ടപ്പോഴേ ഞാൻ അനുഗ്രഹത്തിന് തടസ്സമായി ഇവിടെ നിൽക്കുകയാണ്. എനിക്കും കിട്ടും, നിങ്ങൾക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ പ്രത്യേകം കർത്തൃനാമത്തിൽ അഭിനന്ദിക്കുന്നു. ഈ അവസരം കണ്ടിൽ നന്ദി കരറ്റുന്നു. നമുക്ക് എല്ലാവർക്കും കൂടെ അയപ്പാൻ ഇടയാക്കിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ചുമതലക്കാർക്ക് പ്രത്യേകം നന്ദിയുണ്ട്. വ്യക്തിപരമായി പറയാൻ ആയിരിക്കും കുറെ കൂടെ നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയങ്കരായിട്ടുള്ള കൂട്ടുവിശ്വാസികളെ, നാട്ടിൽ നിന്ന് എന്നോ ഒരു ദിവസം എന്തോ സ്വപ്നങ്ങളൊക്കെ കണ്ട് ഈ മണലാരണ്യത്തിലേക്ക് കടന്നു വന്ന് ഇവിടെ ജീവിക്കുവാനും പ്രവർത്തിക്കാനും കർത്താവ് നിങ്ങളെ സഹായിച്ചു. നിങ്ങൾ നിന്നതല്ല, ദൈവം നിങ്ങളെ നിർത്തി. നിങ്ങൾ നേടിയതല്ല, ദൈവം നിങ്ങൾക്ക് നേടിത്തന്നു. എത്രയോ പേര് ഇവിടെ വന്നതിന് ശേഷം ആയുസ് നഷ്ടപ്പെട്ടവരായി, ആരോഗ്യം നഷ്ടപ്പെട്ടവരായി, നാട്ടിലൊരു ഭാരമായി തോന്നിയിരിക്കും. ദൈവം നിങ്ങൾക്ക് ഇത്രത്തോളം കൃപ കുടുംബങ്ങളായി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ദാനം, ഇത് ദൈവത്തിൻ്റെ കൃപ. കൃപയെക്കുറിച്ച് ഒത്തിരി പാടിയുണ്ട്, മനോഹരമാണ്. ആ കൃപ എത്ര മനോഹരമാണ്. ഞാൻ ചിലപ്പോൾ പാടത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ ചിലരോട് ചോദിക്കും, എത്ര കിലോ കൃപ എന്ന് അനുഭവിച്ചത്? എത്ര കിലോ എന്ന് പറഞ്ഞാൽ എത്രയും ആഴാണ്. പ്രിയമുള്ളവരെ, കൃപ ലഭിച്ചവരെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഭയെ സ്നേഹിക്കുന്ന, സഭയെ കരുതുന്ന, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സഭയ്ക്ക് ഉത്തേജനം നൽകുന്ന ഇടവകളിൽ നിന്ന് കടന്നു വന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് നേതൃത്വം നാട്ടുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും മറ്റ് പിതാക്കന്മാരെയും ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദി കരുതുന്നു. JMBCയോടുള്ള ബന്ധത്തിൽ ഞാൻ ഈ പ്രദേശത്ത് വന്നു. നിങ്ങൾ എന്നെ സ്നേഹിച്ചു. എന്നെ സ്നേഹിച്ചതിനാൽ കൂടുതൽ നിങ്ങൾ JMBCയെ സ്നേഹിച്ചു. നിങ്ങൾ അന്ന് തന്നതായുള്ള ഒരു നയപൈസ പോലും നഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ഫലമാണ് എൻ്റെ രണ്ടുപേരും. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവർ രണ്ടുപേരല്ല, ഇവരുടെ പുറകെ ആദ്യം 8 വീട്ട പിള്ളമാർ മാത്രമേ ഉള്ളൂ. ആ 8 വീട്ടിൽ മനസ്സിലായാലും കുഴപ്പമില്ല. അപ്പോൾ അതിനുശേഷം അനേക എട്ടുകൾ ഇങ്ങനെ പോയി. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിന്നും JMBCക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കഴിവുള്ളിടത്തോളം കൊടുക്കണം. മാത്രമല്ല, നിങ്ങളുടെ മക്കളെ ആരെയും അവിടോട്ട് വിടുന്നോ ഒരു വിരോധമില്ല. വളരെ സന്തോഷം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടും കൂടെ
കടന്നു വന്ന് നിങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ടി.സി. ചെറിയാൻ തിരുമേനിയുടെ പിതാവ് കലിശ്ശേരിയിൽ പ്രസംഗിക്കുന്ന അവസരത്തിൽ ഞാനന്ന് പി.ജി. തോമസിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് അവിടെ പ്രവർത്തിക്കുക. അപ്പോൾ അപ്പോഴത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? കൊടുക്കുവാനാണ്. നിങ്ങൾ നിങ്ങൾ വാങ്ങിക്കാനാണ്, നിങ്ങൾ കൊടുക്കുവാനാണ്. അപ്പോൾ ഉപദേശി പറഞ്ഞ ഇപ്രകാരമാണ്: ഇരുന്ന് കൊടുക്കുക, കേട്ട് കൊടുക്കുക, നിരൂപിച്ചു കൊടുക്കുവാൻ, അംഗീകരിച്ചു കൊടുക്കുവാൻ വന്നവരാണ് നിങ്ങളെന്നൊക്കെ മിയാറ്റുകാർ പറയാറ്, അടവുകാരോട് പറഞ്ഞ് ഞാനിപ്പോൾ ഓർക്കുന്നു. നിങ്ങൾ അങ്ങനല്ല, നിങ്ങൾ അനുഗ്രഹം എന്താണ് വായിച്ചത്, അനുഗ്രഹം പ്രാപിച്ചു പോകാൻ ആഗ്രഹിച്ചു വന്നിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്കോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വചനത്തിന് ചുറ്റും ഞങ്ങളിരിക്കുക. ജീവിപ്പിക്കുന്ന വചനമാണ്, ജീവനുള്ള വചനമാണ്. ഞങ്ങൾക്ക് ആവശ്യമായ നിലയിൽ ഇന്ന് കേൾക്കുവാൻ പറയുന്നത് നിന്റെ ആത്മാവ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥന. അടിയൻ താഴ്ത്തിത്തരുന്നു, നിന്റെ മക്കളെ പ്രാർത്ഥിത്തരുന്നു. അടിയനോട് സംസാരിക്കണമേ. പുത്രനാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. Dr. Jacob Thomas is a good professor of commerce and he was very handsome. He was very good professor in his classes, very good lecturer. Students appreciated his classes very much. His colleagues are friendly with him. His wife too was a good lecturer in the same college. One day, after the first period, the principal called him and I had a small talk with him. The principal said, you have to take care of your certain behavior. If not, we may have to take a very serious action. Dr. Jacob could understand what the principal meant. He took it. It was a shocking message to Jacob, Dr. Jacob. And our theme, our Bible portion for today is such a shocking message. The first chapter was that second chapter of Philippians, chapter 12. Somebody can read it. Philippians, chapter 2, verse 12. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾ ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കും. ഭയങ്കര കട്ടിയായ ഒരു ഭാഗമാണത്. നിങ്ങൾ ഏറ്റവും ഭയത്തോടും വിറയലോടും കൂടെ എന്ത് ചെയ്യാൻ അറിയാമോ? നിങ്ങളുടെ സ്വന്തം സിമാനിക സഭ എന്നറിയാമോ? കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നവരെയാണ്. ഇവിടെ പൗലോസ് പറയാണ്, നിങ്ങൾ രക്ഷയ്ക്കായി നിങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നു, രക്ഷയ്ക്കായി പ്രവർത്തിക്കും. നമ്മുടെ പഠനങ്ങളൊക്കെ മാറ്റുന്നതായിരിക്കാം ആ സ്റ്റേറ്റ്മെന്റ്. കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നുവെന്ന് വ്യക്തമായി ശക്തമായി പറയുന്നതായിട്ടുള്ള ഇവാഞ്ചലിക സഭയിലെ അംഗങ്ങൾ ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ നമുക്ക് ചിന്തിച്ചിട്ടിരിക്കുന്നത് നിങ്ങൾ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക. ഇപ്പോഴും നിങ്ങൾ തീരുമാനിച്ചാലും ബഹുമാനപ്പെട്ട അതില്ലെങ്കിലും ഈ വലസിൽ വെച്ച താൻ ഇറങ്ങിപ്പോയാൽ ഏറ്റവും നല്ലത്. ഞങ്ങൾ ചിന്തിച്ചിരിക്കുന്നതും ഞങ്ങൾ പഠിക്കുന്നതുമായ സത്യത്തിന് വിപരീതമായി പ്രസംഗിക്കാൻ വന്നു എന്ന് ചിന്തിച്ചില്ല. ക്ഷമിക്കണം, അല്പസമയം കൂടെ ക്ഷമിച്ചിട്ട് നമുക്ക് നോക്കാം, നിങ്ങൾ ഇറങ്ങിപ്പോണോ ഞാൻ ഇറങ്ങിപ്പോണോ. പക്ഷെ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങളുടെ രക്ഷയ്ക്കായി ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ രക്ഷയ്ക്കായി. ആർക്കാണ് ഇത് എഴുതിയത്? Acts chapter 16 verse 10. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. As per the Macedonian call, Paul turned to Philippi, a big business center. മക്കദോന്യ എന്നുള്ള വിളി അനുസരിച്ച് പൗലോസ്
We will get the details from Acts chapter 16. I'm not able to go there. The first convert was Lydia, a rich lady, a dealer in purple clothes. 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. സമ്പന്നയായ ഒരു സ്ത്രീയാണ് ആദ്യം പൗലോസിന്റെ വചന ശുശ്രൂഷയിൽ കൂടെ രക്ഷ അനുഭവത്തിലേക്ക് വന്നത്. The second, a slave girl, the second convert, അവൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, ലക്ഷണം പറയുന്നതായിരുന്നു. അതുകൊണ്ട് 16-ാം അധ്യായം 19-20 വാക്യം, ചാപ്റ്റർ 16 verse 19 to 20, യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തിയിരുന്ന ഒരു സ്ത്രീയായിരുന്നു. മൂന്നാമത്, a jailer. Paul and Silas was put in prison. Chapter 16 29 to 34. കർത്താവ് യേശു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. അങ്ങനെ 3 വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ് ആദ്യം പൗലോസിന് കിട്ടിയത് ഈ ഫിലിപ്പിയിൽ. Paul wrote about this church like this: you are a colony of heaven. Philippian church is a colony of heaven. That means you are in heaven. You are in the heaven. You are the people of the heaven and you are enjoying it. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുമെന്ന് പറഞ്ഞു. ഒരു ധനികയായ സ്ത്രീ ലുദിയ, ഒരു അടിമയായ പെൺകുട്ടി, ഒരു റോമാ പൗരൻ. See, the Paul's mission strategy was so wonderful. The upper class, the middle class and the lower class, all the classes together, God was able to see that the mission could start in that place. മാത്രമല്ല, ഈ സഭ പൗലോസ് വളരെ സ്നേഹിച്ചതായ ഒരു സഭയാണ്. പൗലോസ് വളരെ അഭിമാനിച്ചതായ ഒരു സഭയാണ്. അത് മാത്രമല്ല, പൗലോസിന്റെ ചെറുതും വലുതുമായ ആവശ്യങ്ങളൊക്കെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ഒരു സഭയാണ്. അങ്ങനെ വാസ്തവത്തിൽ അത് മാത്രമല്ല, ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള ക്ലേമന്റിന്റെ സഭയാണ്. ഷാർജ പാരീസില് ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള എത്ര പേരുണ്ട്? തലമുഞ്ചാണ് കൈകൊടുക്കുന്നത്. ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരുടെ തലമുഞ്ചാണ്. ദൈവത്തിന് സ്തോത്രം. ചില തല കുഞ്ഞിട്ടുണ്ട്, ചിലത് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ കുഞ്ഞത്തില്ലെന്ന് പറയും. നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഈ ക്ലേമത്തോട് ഉൾപ്പെടുത്താത്ത ഒരു സഭയാണ് ഈ വാസ്തവത്തിൽ വളരെ അഭിമാനിക്കുന്ന ഒരു സഭയാണ്. നിങ്ങളെ വളരെ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട കുര്യൻ സാമ്രാജ്യത്തെ നിങ്ങൾ ഇങ്ങോട്ടും സ്നേഹിക്കുന്നു, കരുതുന്നു. അപ്പൊ നിങ്ങളെ നോക്കി മുഖത്ത് നോക്കി വല്ലതും പറയാൻ പറ്റുമോ? പറഞ്ഞ അടുത്ത ദിവസം എന്ന് പറയാം ഇത്രമാത്രം സ്നേഹിക്കുന്നു കരുതുമെങ്കിൽ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയുക. പൗലോസിനെ ദൈവം കാരണം കൊടുത്തു. അതാണ് പറയുന്നത്, ഇത്രമാത്രം സ്നേഹിച്ച് സഭയെ സ്നേഹിച്ചതായുള്ള, അഭിമാനിച്ചതായിട്ടുള്ള, അവരുടെ കരുതലിൽ ജീവിച്ചതായിട്ടുള്ള പൗലോസ് പറയുന്നത്, നിങ്ങൾ എൻ്റെ പ്രിയരും വാഞ്ചിതമായ സഹോദരന്മാരെ എന്ന് സംബോധന ചെയ്യണം. നിങ്ങൾ ഭയത്തോടും വിറയലോടും കൂടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. A wonderful missionary talent and strategy is seen here. അത് മിഷൻ അല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നില്ല. വാസ്തവത്തിൽ വലിയതായ സത്യങ്ങൾ അറിഞ്ഞ മിഷൻ സ്ട്രാറ്റജി ഈ ഭാഗത്തുണ്ട്. The challenge we see here is രക്ഷയ്ക്കായി പ്രവൃത്തി. Work out your salvation. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടും. പിന്നെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? രക്ഷ എന്ന് പറയുന്നത് what is salvation and why there is salvation, for what purpose salvation? ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കാൻ വേണ്ടി ഏത് പദം നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലും നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാം? 6 ചോദ്യങ്ങളുണ്ട്. 6 ചോദ്യങ്ങൾ ചോദിക്കുക, കിട്ടുന്ന ഉത്തരം ഉപയോഗിക്കുക, നിങ്ങൾ അനുഗ്രഹിക്കുക. രക്ഷ, എന്തുകൊണ്ട് രക്ഷ? വാസ്തവത്തിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കണ്ടുപിടിക്കും. 1900
2018 ജലപ്രളയത്തിൽ നിന്ന് ഉള്ള രക്ഷ കണ്ടറിഞ്ഞവരിവിടെ കാണും, കേട്ടറിഞ്ഞവരിവിടെ കാണും. ഞാൻ അനുഭവിച്ചാൽ വരുത്താൻ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം അത്ര പുതുമയൊന്നുമല്ല എങ്കിലും ഇവിടെ ചിലർക്ക് ഇരിപ്പുണ്ടാകും. ഞങ്ങൾക്ക് വെള്ളപ്പൊക്കം ഇല്ലേ പ്രയാസമുള്ളൂ. എന്നാൽ 18 വെള്ളപ്പൊക്കം ചില കട്ടിയായി വളരെ. കുട്ടനാട്ടിൽ കഷ്ടപ്പെട്ടതിൽ കൂടുതൽ റാന്നി പ്രദേശത്താണ് റാന്നി പ്രദേശത്ത് വെള്ളപ്പൊക്കമായിരുന്നു ഏറ്റവും ഭയാനകരം. ഇരുന്നിരിപ്പിലാണ്, കഴുത്തിന് മേളിൽ വണ്ടിക്ക് മേളിലൊക്കെ വെള്ളം പൊങ്ങിയത്. പക്ഷേ അവിടുത്തെ രക്ഷാപ്രവർത്തനം അനുഗ്രഹീതമായി നടന്നു. അനേകരുടെ ജീവൻ നഷ്ടപ്പെട്ടു, അനേകർക്കുള്ള വകകൾ നഷ്ടപ്പെട്ടു, രക്ഷപ്പെട്ടവർ ആ സംഭവം ഇനി ഒരിക്കലും മറക്കുകയില്ല. ഇവിടെ കാണുന്നത് ജലപ്രളയത്തിൽ നിന്നുള്ള രക്ഷയാണ്. എന്നാൽ നാം ഇവിടെ കാണുന്ന രക്ഷ ജലപ്രളയത്തിൽ നിന്നല്ല, പിന്നെയോ പാപത്തിന് ശമ്പളമായ മരണത്തിൽ നിന്നുള്ള രക്ഷ, നിത്യ അഗ്നിയിൽ നിന്നുള്ള രക്ഷ, നിത്യമായ രക്ഷ അവിടെയാണ് കാണുന്നത്. പ്രിയമുള്ളവരെ, സാൽവേഷൻ ഫ്രം ഇറ്റേണൽ ഡെത്ത്, എരിയുന്ന തീച്ചുളയിൽ നിന്നുള്ളതാണുള്ള രക്ഷയാണ്. നിത്യ നരകത്തിൽ നിന്നുള്ളതാ രക്ഷയാണ്. Eternal hell. It is not a general statement. It is a fact to be tested, tasted and seen. ഈ രക്ഷ കേട്ട് പഠിക്കാനുള്ളതല്ല, കണ്ടുപഠിക്കാം. കണ്ടുപഠിക്കുന്നതിനേക്കാൾ കൂടുതൽ രക്ഷ അനുഭവിച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കേട്ട് പഠിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഇന്നിവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇത് കേട്ട് മാത്രമേ പഠിക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. In one word, coming back from eternal death to eternal life. That is it. Coming back from eternal death to eternal life. തീർച്ചയായിട്ടും ഇതൊരു തിരിച്ചുവരവാണ്. എന്നാൽ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും, ക്രിസ്തുവേശുള്ളവർക്ക്, രക്ഷിക്കപ്പെട്ടവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. നമ്മളെ സംബന്ധിച്ച് ശരിയാണ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഉറപ്പായിട്ട് പറയാം, എനിക്ക് ശിക്ഷാവിധിയെ കുറിച്ച് ക്രിസ്തുവേശു ഉള്ളത് കൊണ്ട് എനിക്ക് ശിക്ഷാവിധി ഇല്ലെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഉണ്ട്, ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും നാം ക്രിസ്തുവേശു ഉള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് പറയാം നമുക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് പറയാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ വാട്ട് ഇസ് ദ നീഡ് ഓഫ് സാൽവേഷൻ? സാൽവേഷന്റെ ആവശ്യമാണ്. ഇത് ഇച്ചിരി കൂടിപ്പോയെന്ന് അതിലേക്ക് ഞാൻ പറയാം. നിങ്ങളാരും എന്നോട് പഠിക്കണ്ട. ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഫാദറും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും കൂടെ 2 മാസം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ പറയാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് അവർ കിട്ടിയത്. അതിനുശേഷമാണ് ഞങ്ങളുടെ കുടുംബചരിത്രം എഴുതിയത്. പകലോമറ്റ കേട്ടിട്ടുണ്ടോ? പകലോമറ്റം തറവാട്ടുകാർക്ക് രക്ഷ ആവശ്യമാണോ? ഉത്തരം പറഞ്ഞു. പൂർവികമായി ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് ഇങ്ങോട്ട് വളർന്നവർക്ക് രക്ഷ ആവശ്യമാണോ? വചനം പറയുന്നു എല്ലാവരും പാപം ചെയ്യും. പകലോമറ്റത്ത് തറവാട്ട് ജനിച്ചവൻ, തലമുറയായി ക്രിസ്ത്യാനികളായി വന്നവരും എല്ലാവരും പാപം ചെയ്ത് ദൈവദേശത്ത് ഇല്ലാത്തവർക്ക്. നീതിമാൻ എത്ര പേരുണ്ട്? നീതിമാൻ ഒരുത്തൻ പോലും, ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അങ്ങനെയെങ്കിൽ മാത്രമല്ല, ഈ പാപം ചെയ്യുന്നവന്റെ അപ്പൻ ഒരു പേര്. നിങ്ങൾ ചിലരോട് ഞാൻ ഇതിനോട് പറഞ്ഞു, പാപം ചെയ്യുന്ന വർഗീസ് ഫിലിപ്പിന്റെ അപ്പൻ ഫിലിപ്പാണ്. പക്ഷെങ്കിൽ ഞാൻ പാപം ചെയ്യുമ്പോൾ എന്റെ അപ്പന് കിട്ടുന്ന പേരെന്താണെന്ന് അറിയാമോ? അല്ലെങ്കിൽ ഞാൻ ആരുടെ മാനാന്ന് പറയാമോ? എന്റെ അപ്പനൊക്കെ താങ്ക് യു വെരി മച്ച്. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. 1 യോഹന്നാൻ 3:8 ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉറക്കെ വായിച്ചോട്ടെ. 1 യോഹന്നാൻ 3:8. 1 John chapter 3:8. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം മതി. ഈ കുപ്പായം ഇട്ടാലും ഈ കുപ്പായം ഇല്ലെങ്കിലും ഈ സാരി ഉടുത്താലും ഈ ഷർട്ട് ഇട്ടാലും എന്ത് ചെയ്താലും
പാപം ചെയ്യുന്നവൻ ആരുടെ മകനാണ്? അപ്പൊ പാപം ചെയ്യുന്നവന്റെ അപ്പന്റെ പേരെന്താണ്? ദൈവരാജ്യത്തിൽ ഇവന് പ്രവേശിക്കാൻ സാധിക്കുമോ? പിശാചിന്റെ മകന് ദൈവത്തിന്റെ മകനാകാൻ സാധിക്കുമോ? പൂച്ചക്കുട്ടിക്ക് വണ്ടിക്കുട്ടിയാകാൻ പറ്റുമോ? പിന്നെ പിശാചിന്റെ മകൻ എന്നാ ദൈവത്തിന്റെ മകനാണ്? എല്ലാവരും വന്നിരിക്കുകയാണ്. പിശാചിന്റെ മകന് ദൈവത്തിന്റെ മകനാകാൻ സാധ്യമല്ല. പൂച്ചക്കുട്ടിയാതെ പൂച്ചയ്ക്ക് ജനിച്ചത് കൊണ്ടാണ്. പിശാചിന്റെ കുട്ടികൾ നമ്മൾ ആയതുകൊണ്ട് ആദാമിന്റെ സന്തതിയായി ജനിച്ചത് കൊണ്ടാണ്. ആകെ മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു. ആകയാൽ നമ്മൾ പാപികളായിട്ടുണ്ട്. ആദാം പാപം ചെയ്തുകൊണ്ടാണെന്ന് പറഞ്ഞ് സുഖിച്ചിരിക്കരുത്, അത് വേറൊരു വിഷയം. ആകയാൽ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നപ്പോൾ അത് വാർന്നെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം. പുതിയ ആളെ സ്വീകരിച്ച പോലെ പാപത്തിൽ ജനിച്ചതുപോലെ തന്നെ പാപവിമുക്തമായ ഒരു ജനനം കൂടെ നമുക്ക് ആവശ്യം. ആ ജനനത്തിൻ്റെയാണ് the need of salvation. പിശാചിന്റെ മകൻ ഏത് കുടുംബത്തിൽപ്പെട്ടാലും ഏത് സഭയിൽപ്പെട്ടാലും എത്ര ശക്തമായ പോസ്റ്റിലായിരുന്നാലും അവൻ ദൈവത്തിന്റെ പൈതൽ ആണോ അല്ലയോ? കേട്ടില്ലേ? പിശാചിന്റെ മകൻ ഏത് വലിയ പോസ്റ്റിലായിരുന്നാലും ഏത് വലിയ കുടുംബത്തിലായിരുന്നാലും എത്ര ശക്തമായ സഭയിലായിരുന്നാലും ഏത് അവസ്ഥയിലായിരുന്നാലും പിശാചിന്റെ മകൻ ദൈവത്തിന്റെ പൈതലാണ് അല്ല. അപ്പോൾ ദൈവത്തിന്റെ പൈതലാകാൻ ചില ബന്ധപ്പാടുണ്ട്, ചില പണിയുണ്ട്, പല സ്റ്റെപ്പുണ്ടെന്ന് പറഞ്ഞു. ഓരോ വ്യക്തിക്കും രക്ഷ ആവശ്യമാണ്. Each one has to stand before the judgment seat of God and receive the right reward for our words and deeds. അതുകൊണ്ട് ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. നമ്മുടെ മക്കളല്ലെങ്കിൽ ഒരു രക്ഷയുമില്ല. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ മാർഗമുണ്ടോ? ഇവാഞ്ചലിക്കാർ വേണ്ടി പൊട്ടനായ അച്ഛൻ ചോദിക്കുന്നത് വിട്ടിത്തരാം. ഞങ്ങൾ അങ്ങനെ അനുഭവിച്ചുള്ളതല്ലേ? അങ്ങനെയുള്ളത് ആ ചോദ്യത്തിന് സ്ഥാനമേ ഇല്ല. Is there any way to be get saved? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ ആരെ രക്ഷിക്കപ്പെടും? നീ നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട ഒരു നാമമില്ല. വെരി ക്ലിയർ. യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കും. എളുപ്പമുള്ള മാർഗങ്ങളാണ്. വെരി ഈസി എന്ന് പറഞ്ഞു. Confess with your mouth Jesus is Lord and believe in your heart that God raised him from the dead, you will be saved. അപ്പോൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. രണ്ട്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായ കൊണ്ട് ഏറ്റുപറയുക. Believe and confess. By the grace through faith we will be saved. കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുവാനിടയായത്. ഇവിടെയാണ് ഈ ചോദ്യങ്ങൾ. കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കും. എന്താണ് വിശ്വസിക്കേണ്ടത്? ആരാണ് വിശ്വസിക്കേണ്ടത്? അത് അല്പം കാര്യമായി ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. വിശ്വസിക്കണം, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഈ മരിച്ചത് എന്തിനാണ്? മരിച്ചത് ആരാണ്? മരിച്ചത് എന്തിനാണ്? തീർച്ചയായിട്ടും നമ്മെ റൈറ്റ്സസ് ആക്കുവാൻ, നമ്മെ നീതീകരിക്കുവാൻ, നമ്മെ സാങ്ക്ടിഫൈ ചെയ്യുവാൻ, നമ്മെ ഗ്ലോറിഫിക്കേഷന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ പുത്രനായ ക്രിസ്തു മരിച്ചു. അങ്ങനെയെങ്കിൽ ഈ അനുഭവത്തിലേക്ക് വരുന്നതിന് ചില സ്റ്റെപ്പുകളുണ്ട്. ഇവിടെ വന്നപ്പം ഇവിടുത്തെ നിങ്ങളൊക്കെ താമസിക്കുന്ന വീടുകളൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷമാണ്. മുഴുവൻ 4 വർഷം അടച്ചിട്ട് അകത്ത് സന്തോഷമായിട്ട് ജീവിക്കും. കയറി പോകണമെങ്കിൽ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ആരും കയറത്തില്ല. എല്ലാവരും വളരെ വേഗത്തിൽ പൊങ്ങുകയും താഴുകയും ചെയ്യും. പക്ഷെങ്കിൽ
രക്ഷിക്കപ്പെടണമെങ്കിൽ ചില സ്റ്റെപ്പുകൾ കയറി മാത്രമേ സാധിക്കൂ. ആ സ്റ്റെപ്പുകൾ കയറാതെ ഷൂ വെച്ചാൽ കയറത്തില്ല, ഷൂ വെച്ചാൽ താഴെയില്ല. പ്രിയമുള്ളവരെ, ആ സ്റ്റെപ്പുകൾ വളരെ വേഗത്തിൽ നമുക്ക് നോക്കാം. വാട്ട് ആർ ദ സ്റ്റെപ്സ്? ഞാൻ നിങ്ങളോട് ചോദിക്കും കേട്ടോ, ഇടയ്ക്ക് കേട്ടോ. എന്നെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് നിങ്ങൾക്ക് എനിക്ക് വളരെ സന്തോഷമാണ്. ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ കുറിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരും മനസ്സുമായിട്ടില്ല, വളരെ കീനായിട്ട് ശ്രദ്ധിക്കുന്നു. Thank you. The first step, accept that I am a sinner. Accept that I am a sinner. ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കും. The second step, I cannot save myself. എനിക്ക് എന്നെ തന്നെ രക്ഷിക്കാൻ കഴിയില്ല. തീ വീണ രക്ഷിക്കാം, വെള്ളത്തിൽ വീണ രക്ഷിക്കാം, തോറ്റുപോയാൽ രക്ഷിക്കാം, ജയിച്ചു പോയാൽ തോൽപ്പിക്കാം, ഇതെല്ലാം ചെയ്യാം. But from sin, I cannot save myself. എനിക്ക് എന്നെ തന്നെ രക്ഷിപ്പാൻ കഴിയില്ല. So what? God, in His mercy, sent His only begotten Son to be a sacrifice for me on my behalf, and it was on the cross, Calvary. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ദൈവത്തിന് ഇത്രയും കഷ്ടപ്പെടുന്ന കാര്യമാണ്. സ്വന്തം മകനെ 30 വർഷക്കാലം ഇവിടെ 30 പിന്നെ എത്ര വർഷം? 28 വർഷം. യേശുക്രിസ്തു എത്ര വർഷം ജീവിച്ചു? 23. 30. അങ്ങനെയാണ് ഞാൻ സമ്മതിച്ചത്. അപ്പോ ഈ 33 വർഷം ഇവിടെ താമസിച്ച് ഇവിടെ പ്രവർത്തിച്ച് ഇത്രയും കഷ്ടപ്പെട്ട കാര്യമുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, ആകാശം ഉണ്ടാകട്ടെ, ഭൂമി ഉണ്ടാകട്ടെ, വെള്ളം ഉണ്ടാകട്ടെ, അങ്ങനെ പറഞ്ഞാൽ പോലെ ഇവരെല്ലാം രക്ഷിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ പോലെ. ദൈവം ഇത്രമാത്രം ബുദ്ധിയില്ലായ്മ കാണിക്കേണ്ട കാര്യമുണ്ട്? ഇല്ല. പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെ ദൈവം. പഴയ നിയമത്തിൽ കർത്താവ് കൽപ്പിച്ചു, പാപം ചെയ്താൽ യാഗം കഴിക്കണം, യാഗത്താൽ അല്ലാതെ പാപത്തിന് പരിഹാരമില്ലെന്ന്. പഴയ നിയമത്തിലെ ദൈവം ശക്തമായി പറഞ്ഞു. പുതിയ നിയമത്തിലെ ദൈവം പഴയ നിയമത്തിലെ രണ്ടാണെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് വാക്ക് മാറ്റാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ആരെയും കൊണ്ട് അയച്ചെന്നറിയാം? ആടിനെയും മാടിനെയും കാളയൊന്നുമല്ല, തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു യാഗമായി തീരുവാൻ. ലോക സ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടായി അവനെ നാം കാണുകയാണ്. So God sent to be a sacrifice for me, a ransom for me, a ransom for me at the cross of Calvary. And then the fourth step, I confess my sin with a contrite heart. അത്യാവശ്യമുള്ളവർക്ക് ഈ സഹോദരിമാരോട് ചോദിച്ചാൽ മതി. അവരുടെ അടുക്കളയിൽ ഒരു ചെറിയ സാധനമുണ്ട്. ഇത് പൊളിക്കും തോറും ചെറുതായിട്ട് വരും, ഒന്നും കിട്ടത്തില്ലേ. അതിൻ്റെ അത് മാത്രമേ ഉള്ളൂ. ആ ചിരിക്കുന്നു. അതിൻ്റെ പേരാണ് ഞങ്ങളുടെ നാട്ടിൽ പറയും ചെറിയ ഉള്ളി. അപ്പൊ കൺഫസ് ചെയ്യാൻ പോകുമ്പോ അതിന്റെ അറിയാം, അപ്പൊ ഇത് ചെറിയ അത് വരുന്നറിയോ, തുടരെയായിട്ട് കണ്ണുനീര് വരും. എന്റെ ദൈവമേ, അങ്ങനെ കൺഫസ് ചെയ്യുന്ന അനേക പാപികളായ ക്രിസ്ത്യാനികളുണ്ട്. നിങ്ങൾ ആ കൂട്ടത്തിലാണ് വിശ്വസിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് കോൺട്രാക്ട് ആണ്. ആ രണ്ടാമത്തെ മകൻ ചെന്ന്, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, ഇനി നിന്റെ മകനെ വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. നിങ്ങൾ എത്ര പേര് അങ്ങനെ കൺഫസ് ചെയ്തിട്ടുണ്ട്? ഞാൻ ഇന്ന് ഐ താങ്ക് യു വെരി മച്ച്. ഇന്ന് ഇവിടെ വർഷിപ്പ് നടത്തുക ഞാൻ വളരെ ശ്രദ്ധിക്കായിരുന്നു. റിയലി ടച്ച് നമ്മുടെ പാവം ക്ഷമിച്ചതിന് വേണ്ടി സ്തോത്രം ചെയ്തു. മറ്റേ വർഷിപ്പിലെല്ലാം സൂത്രമല്ല, സൂത്രമെല്ലാം പോവാ. എന്തിനാണ്? The first thing we have to praise the Lord, bring praise to God, because He forgave my sin and He made me as His own son. Okay. അപ്പോൾ I believe, confess my sin എന്ന് പറഞ്ഞാല് ഷാർജ പാരിഷില് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാണ്. എനിക്കൊരു 5 ലക്ഷം 5,000 രൂപയുടെ ആവശ്യമുണ്ട്. ഷാർജ പാരിഷ് സാങ്ഷൻ ആക്കി തരണമെന്ന് പറഞ്ഞാൽ ഇവിടെ സെക്രട്ടറി പ്രസിഡന്റും എല്ലാവരും ഉണ്ട്. ഓക്കെ, സാങ്ഷൻ പറയണം. അങ്ങനെ പറഞ്ഞാൽ അച്ഛനെ ഇവിടുന്ന് അടുത്ത ആഴ്ച സ്ഥലം പറയും. അടുത്ത കമ്മിറ്റി വെച്ചു. അത് പിന്നെ ഒന്ന് ആൾ വന്നു, പിന്നെ കമ്മിറ്റി വെച്ചു. When you confess before the Lord your sin,
how many meetings we'll have in heaven with the Father, Son and the Holy Spirit to forgive my sin? എത്ര കമ്മിറ്റി കൂടേണ്ടി വരും? കിട്ടാറില്ലേ? ഞാൻ ഉറപ്പിച്ചു പറയാം, ഒരു സമയം വേണ്ട. On the spot, when I confess my sin, on the spot, God will forgive my sin. God will forgive my sin. ഒന്ന് ചെയ്ത് നോക്കണം. കർത്താവിൻ്റെ അടുത്ത് തന്നെ പാപം ഒന്ന് ഏറ്റുപറഞ്ഞ് നോക്കണം. കണ്ണുനീരോട് ഏറ്റുപറഞ്ഞ് എന്തൊരു സുഖം അറിയാമോ? What a great relief you will get after the confession, after the prayer. ഉടനെ അവിടെ കമ്മിറ്റി വെച്ച് അടുത്ത ആഴ്ചത്തെ കമ്മിറ്റി വെക്കാമെന്ന് പറയുക. On the spot, He will forgive my sin. And the fifth, I believe. After I confess the sin, what is the next step? I believe God forgave my sin and accepted me as His son. ഈ വലീസിന്റെ പേരെന്താണ്? മുമ്പേ വലീസിന്റെ അപ്പന്റെ പേരെന്തായിരുന്നു? പിശാച്. അപ്പൊ വലീസ് ആരായിരുന്നു? പിശാചിന്റെ മകൻ. After the confession and after I believe that God forgave my sin, what changes has come to me? He will declare in heaven, the Father, thus far Varghese was a child of Satan. Now I declare he is no more the child of Satan, but he is my son. Praise the Lord. Praise the Lord. He is my son. ആ അനുഭവം ഇല്ലാത്ത ആരെങ്കിലും ഇന്ന് ഈ ആലയത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ ദയവായിട്ട് പറയുന്നു, നിങ്ങൾ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചോ കഴിക്കാതെ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ എടുക്കുക. അരമണിക്കൂർ എടുത്തിട്ട് നിങ്ങളുടെ പുറകിലോട്ടൊന്ന് യാത്ര ചെയ്യുക. നിങ്ങളുടെ പാപങ്ങളെ ഓർക്കുക. ഒന്ന് ഓർത്തിട്ട് 1, 2, 3, 4, 5 എത്രയും ഓർക്കാമോ അത്രയും ഓർത്ത് അവന്റെ സംഘം കൺഫസ് ചെയ്യുക. കണ്ണുനീരോടുകൂടെ നിലവിളിച്ച് മാറത്തടിക്കണ്ട. വീട്ടിൽ കിടക്കുന്നവരെ അവരെ ഉപദ്രവിക്കരുത്. അപ്പോ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് അനുദവിച്ച് പ്രാർത്ഥിക്കുക. You will realize what joy in your heart, what a great joy you will have. You are being sealed that you are the child of God. എന്തൊരു വലിയ പദവിയാണെന്നറിയാമോ? എന്തൊരു വലിയ പദവിയാണെന്നറിയാമോ? ഇതുവരെ പിശാചിന്റെ മകനായ എന്നെ കർത്താവ് ഡിക്ലെയർ ചെയ്തു, നീ ദൈവത്തിന്റെ പൈതലാണ്. പ്രിയമുള്ളവരെ, and God declared that I am no more the son of Satan but the son of God. കമ്മി നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. 1 John 3:1. I believe. എത്ര ക്രിട്ടിസൈസ് ചെയ്യരുത്. I believe when God declared that I am the child of God, He will open the book of life and my name is already there, but He will confirm and seal. Now this Philip Varghese is no more the child of Satan, but he is my child. അപ്പോൾ കാറ്റ് പോകുമ്പോൾ എന്നാൽ കർത്താവ് എന്തെന്നറിയാം? ഈ ജീവന്റെ പുസ്തകം തുടങ്ങും. പ്രീസിന്റെ പേര് അവിടെ കാണും, അച്ഛന്റെ പേര് കാണും. അപ്പോ ഈ ബുക്കിനകത്ത് കാണും, സുഖമായിട്ട് കയറാം. സൂഹിക്കരുത്, വേറെ ചില സ്റ്റെപ്പുകളുണ്ട്. വാസ്തവത്തിൽ ഇത്രയൊരു സംഭവമാണ് നടക്കുന്നത്. ഇതിനാണ് പറയുന്നത് പാവപ്പെട്ട ഉപദേശിമാരുണ്ട് വീണ്ടും ജയനം. അതിനേക്കാൾ അത്രയും പരിജ്ഞാനമില്ലാത്ത ഉപദേശിമാരെ രക്ഷിക്കപ്പെടുക. അവർ വന്ന് നീ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ, നീ വീണ്ടും ജനിച്ചോ എന്ന് ചോദിച്ചാൽ, എന്റെ മണ്ഡലത്തിലാണ് പറയുന്നത് വീണ്ടും ജനിച്ചോ. എനിക്ക് മക്കളെ രണ്ടായി പിന്നെ ഞാൻ ജനിക്കാൻ പറഞ്ഞ് എവിടെ സാധിക്കും? And this is the experience, the second birth. You are being born again. When you confess your sin and God declare that you are my son, you are being born again. And that experience is called we are made righteous. ഇതുവരെ പാപികളാണ്. ഇനി നമുക്ക് എന്താ പേരെന്ന് അറിയാമോ? പാപികളല്ല. പാപികൾ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താ? സിന്നേഴ്സ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല, ഞാൻ പറയുന്നില്ല. എന്താണെന്നറിയാമോ? സിന്നറെ ആരാക്കുന്നറിയാമോ? He will make righteous. നീതിമാന്മാരായിട്ട്, പാപികളെ നീതിമാന്മാരായിട്ട് മാറ്റി.
അപ്പോൾ so justification is being made righteous. Take time to make sure that you are born again. രക്ഷ 3 കാലത്തിൽ. നമ്മുടെ രക്ഷ 3 കാലത്തിൽ. എത്ര കാലമാണ്? What are the tenses? Can you tell me? Present tense, past tense, future. The salvation is at 3 tenses. ഞാൻ ഇപ്രകാരം കൺഫസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു. ഇനി പിന്നെന്താണെന്നറിയാം? പ്രസന്റ് ടെൻസ് ആണ്. ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. ബഹുമാനപ്പെട്ട കേൾക്കണത്തുണ്ടായപ്പോൾ ഏത് പ്രസംഗിച്ച് ഇവിടെ പ്രസംഗിച്ചാലും ഇത് പറയാൻ അച്ചപ്പെടത്തില്ല. അപ്പോൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. That is present or future? അത് പ്രസന്റ് ടെൻസ്. ഞാൻ രക്ഷിക്കപ്പെടും. I will be saved. That is at the end. അത് മറ്റൊരു പദത്തിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജസ്റ്റിഫൈ. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ being sanctified, വിശുദ്ധീകരിക്കപ്പെടുക. And രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ we are being glorified. അപ്പോൾ നമ്മൾ ഇന്ന് വായിച്ചതായ വാക്യം എന്താണെന്ന് അറിയാമോ? ഭയത്തോടും വിറയലോടും കൂടെ രക്ഷയ്ക്കായി പ്രവൃത്തി. ഇവിടെയാണ് പ്രവൃത്തികൾ. നമ്മെ റൈച്ചസ് ആക്കി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണെന്ന് അറിയാമോ? ഗ്ലോറിഫിക്കേഷൻ വേണം. ഇൻ ബിറ്റ്വീൻ റൈച്ചസ്നെസ് ആൻഡ് ഗ്ലോറിഫിക്കേഷൻ there is a period of sanctification. വിശുദ്ധീകരണത്തിന്റെ കാലമാണ്. ഈ വിശുദ്ധീകരണം എങ്ങനെ നടക്കുമെന്ന് അറിയാമോ? അവിടെയാണ് നമ്മുടെ പ്രവൃത്തി ആവശ്യം. നമ്മുടെ പ്രവൃത്തി ആവശ്യമുള്ളത് അവിടെയാണ്. The period between we made righteous and we are going to be glorified. In between, അത് എത്ര ആഴ്ച കാണും? Between righteousness and glorification എത്ര ആഴ്ച കാണും? ആർക്കെങ്കിലും പറയാം? നീതീകരണത്തിന് ഗ്ലോറിഫിക്കേഷൻ ഇടയ്ക്ക് എത്ര ആഴ്ച കാണും? Either I will be called from this on earth, or my master will come. In between this period is called the time of sanctification. ഈ സാങ്ക്ടിഫിക്കേഷൻ ആണ് ശത്രുതന്ത്രമായിട്ട് അടവ്. അലറുന്ന സിംഹമായിട്ട് നമുക്ക് ചുറ്റും നടക്കും. ഈ അലറുന്ന സിംഹത്തെ നേരിടണമെങ്കിൽ ഉറക്കം തിരിഞ്ഞാൽ മതിയോ? സർവ്വായിട്ട് വർഗം ധരിക്കണം, ചിലതെല്ലാം ചെയ്യണം. ഈ പീരീഡിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ആ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുവാൻ നമ്മൾ ചില പ്രവൃത്തികൾ ചെയ്യണം. അതാണ് ബോധിച്ചത്. അതെങ്ങനെയാണെന്നറിയാം? വളരെ ഭയത്തോടും വിറയലോടും. വിറയൽ വരുന്ന എപ്പോഴാണ് നമ്മളെ ഞാനിപ്പോ കാണിക്കാൻ പറയൂല്ലോ. When you are weak, when you are so tired, when you are scared to face that situation, ഭയമോ അത് തന്നെയാണ്. ഭയം കൊണ്ടാണ് പറയുന്നത്. പട്ടിയെ കണ്ട പേടിക്കുമോ? ഞാൻ ചെന്നപ്പോൾ ഒരു പട്ടി ഞങ്ങളങ്ങോട്ട് കയറി ചെല്ലി പട്ടി സന്തോഷമായിട്ട് ഞങ്ങൾ സ്വീകരിച്ചു വന്നു. വാസ്തവത്തിൽ ഞാൻ വിചാരിച്ചു മുടിക്കാത്ത പട്ടി ഇത് നമ്മളെ ശരിയാക്കും. ദൈവത്തിന് സ്വന്തം. ആ പട്ടി വളരെ നല്ല രക്ഷിക്കപ്പെട്ട പട്ടിയാണ്. ഒരു കുഴപ്പമുണ്ടാക്കി വളരെ സന്തോഷത്തോടെ. പ്രിയമുള്ളവരെ, സോ രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടുന്നു, രക്ഷിക്കപ്പെടും. ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ. പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ. ഇസ് ഇറ്റ് ക്ലിയർ? അതുകൊണ്ട് ഞാൻ ഒരിക്കൽ രക്ഷിക്കപ്പെടുന്നു വീട്ടിൽ കുത്തിയിരുന്ന് തോന്നിവാസം ചെയ്യരുത്. ഇനി സാങ്ക്ടിഫിക്കേഷൻ ഉണ്ട്. ആ സാങ്ക്ടിഫിക്കേഷൻ പീരീഡ് കഴിഞ്ഞ ഗ്ലോറിഫിക്കേഷൻ ഉണ്ട്. അതുവരെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? എനിക്ക് വ്യാജമാരുടെ പേരും അറിയില്ല. പള്ളിയിൽ പോയി കല്യാണം കഴിഞ്ഞ് പുരുഷനോട് പറഞ്ഞു ഇനി ഞാൻ നിന്റേതാണ്. അവൻ പറഞ്ഞു ഞാൻ നിന്റേതാണ്. പിന്നെ സന്ധ്യയ്ക്ക് വീട്ടിൽ വരുമ്പോ പറയാം താഴെന്നാളോ കാര്യം, ഞാൻ എന്റെ വീട്ടിൽ പോവാം. അങ്ങനെ കല്യാണം കഴിക്കുന്നവരുണ്ടോ? ഉണ്ട്. ഇപ്പോ ഇവിടെ ഇരിക്കുന്നവരാരും അങ്ങനെയല്ല. അല്ലെങ്കിൽ നിങ്ങളൊന്നും
കാണത്തില്ല. ഈ ഗ്ലോറിഫിക്കേഷൻ വരെ കർത്താവിന് സന്നിധിയിൽ പൂർണ്ണ സമർപ്പണത്തോടുകൂടെ, പൂർണ്ണ ശക്തിയോടുകൂടെ, പൂർണ്ണ ധൈര്യത്തോടുകൂടെ അവനെ അനുഗമിക്കുന്ന അനുഭവമാണ് ഇവിടെയുള്ളത്. So I believe many of you have this experience of justification. നീതീകരണം ഇതുവരെ അനുഭവിച്ചിട്ടില്ലെങ്കിൽ, I told you, I beg you, I pray to you, take time this evening before you go to sleep. Take time to be with the Lord and confess your sin and make sure you are son and daughter of Satan. Yeah? Very good. Praise the Lord. You are son and daughter. അപ്പോൾ അടുത്ത ഞായറാഴ്ച നിങ്ങൾ പള്ളി വരുമ്പോൾ സാമച്ചനും എല്ലുവച്ചനും എന്ത് സന്തോഷമായിരിക്കും. കഴിഞ്ഞ ആഴ്ച കണ്ടുപോകുന്നത് ഇപ്പം ആരെന്നറിയാം? The children, my daughter and son of God, the living God, has come to worship this God. അങ്ങനെ നമ്മൾ വർഷിക്കാൻ ചെല്ലുമ്പോൾ എന്തൊരു കൂട്ടായ്മയായിരിക്കും, എന്തൊരു സ്നേഹമായിരിക്കും. ഉറുമ്പിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉറുമ്പ് യാത്ര ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നറിയോ? എല്ലാവരും വനക്കാരെ അമ്മ കൂടുമ്പോൾ when you are being born again, you are one with the Lord, and everything what you do is for the glory of God. So justification and glorification മധ്യം നടക്കുന്നത് അനുഭവമാണ് sanctification, വിശുദ്ധീകരണം. This period ends when we finish our life or my master comes. Thank you very much. വിശുദ്ധീകരണ കാലം അത്ര സുഖമുള്ള കാലമല്ല. ഇത് വളരെ അപകട സാധ്യതയുള്ള സാധനം. പതിയിരിക്കുന്നുണ്ട് ഒരാൾ. ആരാന്നറിയാം? നമ്മുടെ സ്നേഹിതനായ ശത്രുവായ പിശാച് പതിയിരിക്കുന്നുണ്ട്. ഈ പാട്ടുകാരെ എങ്ങനെയെങ്കിലും വെട്ടിക്കണമെന്നാണ് അവർ വളരെ ഭക്തിയോടെ പാടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിലെവിടെ ആരാട്ട് പോകുന്നത്. നിങ്ങളുടെ ഭക്തി പോയി, നിങ്ങളുടെ പാട്ട് പോയി. അവരെ പറഞ്ഞുകൊണ്ട് അവരെ മുമ്പിരുന്നോണ്ട് പറയാൻ അതിനേക്കാൾ വീരരാണ് മുമ്പിരിക്കുന്ന നമ്മളവർ. പ്രിയമുള്ളവരെ, വളരെ അപകടമുള്ളതാണ്. പിന്മാറ്റത്തിന് വളരെ സാധ്യതയുള്ള പീരീഡാണ് the time between justification and glorification. ഏത് സമയത്തും വീഴാം. ദാവീദിനെ വീഴ്ത്തിയതാ, പത്രോസിനെ വീഴ്ത്തിയതാ, അവരുടെ പേര് പറയണം. ഇവരൊക്കെ വീണതാ. അപ്പൊ പിന്നെ നമ്മളോ അച്ഛാ ഞങ്ങൾ ഇതുവരെ വീണിട്ടില്ല, വീഴാൻ പോകുന്നില്ല, ഒന്നും പറയണ്ട. ഏത് നിമിഷവും സംഭവിക്കും, വീഴ്ച സംഭവിക്കും. പിന്മാറ്റത്തിന് വളരെ സാധ്യതയുള്ള കാലമാണ്. എന്തെന്നറിയാമോ? The period between justification and glorification. പ്രിയമുള്ളവരെ, വീഴ്ചകൾക്ക് വളരെ സാധ്യതയുള്ള സമയമാണ്. ഇത്രയും വിശദീകരിച്ച് പോയാൽ ഞാൻ എങ്ങനെ നിർത്തുകയില്ല. നിങ്ങൾക്ക് വല്ല മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. മനസ്സിലായാലേ നിങ്ങൾ ഉറങ്ങാതിരിക്കുന്നുണ്ട്. വീഴ്ചകൾക്ക് വളരെയധികം സാധ്യതയുള്ളതായിരിക്കും. അത് മാത്രമല്ല, വീഴ്ചയും തളർച്ചയും ഉണ്ടാകുന്ന പീരീഡാണ് ഈ പീരീഡ്. അതുകൊണ്ടാണ് വിശുദ്ധീകരണ കാലയളവിൽ പൗലോസ് പറയുന്നത് ഏറ്റവും അധികമായി ഭയത്തോടും വിലയോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നു. പിശാചിന്റെ മക്കളെ ദൈവത്തിന്റെ മക്കളാക്കി കൃപയാൽ വിശ്വാസം മൂലം. ഒരു ശിശു ജനിച്ചാൽ എത്ര ദിവസം കൊണ്ട് ഓടിച്ചാടും? എത്ര ദിവസം കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കും? എത്ര ദിവസം കൊണ്ട് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കും? ഒരു ശിശു ജനിച്ചാൽ ഈ അമ്മച്ചിമാരെല്ലാം വേണ്ട, അതൊന്നും കേൾക്കാനൊന്നും അറിയാമോ? ഒറ്റ ദിവസം കൊണ്ട് നടക്കുകയില്ല, 2 ദിവസം കൊണ്ട് നടക്കുകയില്ല, 1 മാസം കൊണ്ട് നടക്കുകയില്ല. 1 വർഷം, 2 വർഷം, 3 വർഷം, 5 വർഷം, 6 വർഷം, 7 വർഷം, പിന്നെ അടിച്ച് കെട്ടിക്കാൻ പോകുന്നു. അതുവരെ വളർത്തണം. നമ്മൾ ക്രിസ്തുവിൽ വളരണം. ഈ വളരുന്ന അവസരത്തിൽ തീർച്ചയായും നമുക്ക് ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും അനുകരിക്കണം. ഇരിക്കണം, നിൽക്കണം, ഓടണം, പഠിക്കണം. ഇതെല്ലാം ഈ കുട്ടി ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വീണ്ടും ജനിച്ചതിന് ശേഷം നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പാല് കുടിക്കണം. പിന്നെ പൗലോസ് പറയുന്നത് അറിയാമോ? ഇവിടെ നിങ്ങൾ പാല് മാത്രം കുടിക്കാൻ പോയാൽ കട്ടിയായ ആഹാരം കൂടെ കഴിക്കണം എന്ന് പറയുന്നു. By faith you become the child of God, and now during this period of sanctification
You must continue as the children of God. For that you work out your salvation with fear and trembling. ഇപ്പോൾ മനസ്സിലായോ? യുവാനിലേക്കാളെ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നു പറഞ്ഞു. എന്നാൽ ഇവിടെ വിശ്വാസത്തിൽ കൃപയിൽ രക്ഷിക്കപ്പെടുവാൻ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ പീരീഡിൽ നമുക്ക് വളരെ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും അത് പിടിച്ചു നിൽക്കുവാൻ നമ്മുടെ പ്രവൃത്തി ആവശ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മളെ ഏറ്റവും അലട്ടുന്നതായുള്ള രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഏറ്റവും അലട്ടുന്നതാണ് അനേക വിഷയങ്ങൾ. അതിലെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് സെൽഫിഷ്നെസ്, സ്വാർത്ഥത. ആ സ്വാർത്ഥത കൊണ്ട് രക്ഷിക്കപ്പെട്ടവർക്ക് എന്തൊരു സന്തോഷം അറിയാമോ? ഈ പുസ്തകങ്ങൾ നടന്നാൽ മതി, സ്വാർത്ഥതയോടെ നടന്നാൽ മതി. പ്രിയമുള്ളവരെ, see that your selfishness is dead once and forever. You cannot undergo the period of sanctification up to glorification with the selfishness. അത് എവിടെയുണ്ടോ, ഏത് വീട്ടിലുണ്ടോ, ഏത് ഓഫീസിലുണ്ടോ, ഏത് ഇടവകയിലുണ്ടോ, ഏത് സഭയിലുണ്ടോ, പ്ലാഷ്. Selfishness is a great fish. ഇവിടുത്തെ ഫിഷ് എവിടെ നിന്നാണ് കിട്ടുന്നത്? നാട്ടിൽ നിന്നാണ് പോയിട്ടുള്ളത്. And this selfishness, you need not pay much. Just attend. Okay, you come. That's enough. പ്രിയമുള്ളവരെ, നിസ്വാർത്ഥത പ്രബലമായി വരുന്നതാണ്. മറ്റുള്ളവർ എടുത്താലും എനിക്ക് വേണം, ഞാൻ എനിക്ക് എന്ന മുദ്രാവാക്യം മാറി നാം നമുക്കെന്നുള്ള മുദ്രാവാക്യം വേണം. അത് കുടുംബത്തിലുണ്ടാകണം. ഭാര്യ ഒരിക്കലും പറയരുത് ഞാനാണ് എന്റേതാണ്. ഭർത്താവ് ഒരിക്കലും പറയരുത് ഞാനാണ് എന്റേതാണ്, നമ്മുടേതാണെന്ന് പറയണം. തീർന്നു. ഈ വീട്ടിലെ പ്രശ്നമൊക്കെ തീർക്കാൻ ഞാൻ മിഷൻ പഠിക്കുമ്പോൾ ഒരു സൂത്രം മിഷൻ പഠിപ്പിച്ച സാർ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും കമ്മിറ്റിയിലും ഒക്കെ പ്രശ്നമുണ്ടാകും. ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി. ബി റെഡി ടു അക്സെപ്റ്റ് ഇഫ് ഇറ്റ് ക്യാൻ പോസിബിൾ, ഇഫ് യു ക്യാൻ അക്സെപ്റ്റ്. Otherwise, be ready to respect. Two words, accept or respect. The problem solve. ഈ രണ്ട് പദങ്ങളെ നമ്മൾ ഉപയോഗിച്ചാണല്ലോ നമ്മുടെ ഇടവയിലെ, നമ്മുടെ വീട്ടിലെ, നമ്മുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും വളരെ വേഗത്തിൽ സോൾവ്. അത് എത്ര പെട്ടെന്ന് സാധിക്കത്തൊന്നുമില്ല. Either you accept or respect. അപ്പോൾ സഹോദരൻ ആരെന്നറിയും. അപ്പോൾ നമ്മുടെ സെൽഫിഷ്നെസ് മാറ്റുമ്പോൾ നമ്മുടെ സഹോദരൻ ആരാണ് നമുക്കറിയാൻ സാധിക്കും, നമ്മുടെ സഹോദരി ആരാണ് നമുക്കറിയാൻ സാധിക്കും. അങ്ങനെ ആ സഹോദരനെ അറിയുമ്പോൾ, ഒരു മണ്ടനുണ്ടല്ലോ, ഒരുത്ത വയ്യാതെ കിടന്ന് അടികൊണ്ട് അവിടെ കിടന്നപ്പോ അവനെ വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയതാരാ? നല്ല ശമന സ്നേഹിതനല്ല. ഈ നല്ല ശമനക്കാരൻ സ്നേഹിതനാണോ? അഞ്ചു. അതാണ് നമ്മുടെ കുഴപ്പം. അവന്റെ സ്നേഹം കൊണ്ട് മാത്രമാണ് അവൻ എന്ത് ചെയ്യുന്നറിയാമോ ഈ ശുശ്രൂഷ ചെയ്തു. വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടപ്പോൾ അവൻ സ്നേഹിച്ചു, കരുതി. പ്രിയമുള്ളവരെ, സഹോദരൻ ആരെന്നറിയും സ്നേഹിക്കും, വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോകും, വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്യും. സ്വാർത്ഥത മാറുമ്പോൾ നമ്മുടെ പേരെന്തായി തീരുമെന്നറിയാമോ? നല്ല സംഖ്യ. നമ്മുടെ സ്വാർത്ഥത പോകുമ്പോ ആ പുറകിലിരിക്കുന്നവരെല്ലാം ആരായിരിക്കുന്നത്? നല്ല സംഖ്യ. ഇപ്പൊ നിങ്ങൾ അതിനൊക്കെ വിടുക. ഇവരെല്ലാം ഇവിടെ ഇരിക്കുന്നവരെല്ലാം ആരായിത്തീരും? നല്ല സംഖ്യ. എപ്പോ? സ്വാർത്ഥത കല്ലറയിൽ വെച്ച് ആണിയടിച്ച് അവസാനിപ്പിക്കുന്നു. ആകയാൽ ശുദ്ധീകരണ കാലഘട്ടത്തിൽ നമ്മൾ സ്വാർത്ഥതയെ രക്ഷിക്കപ്പെട്ടവനെ എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് നടക്കുന്നവനാണ് ഏറ്റവും കൂടുതൽ സ്വാർത്ഥത ഇന്ന് കാണിക്കുന്നത്. സ്വാർത്ഥത ദൂഷിക്കപ്പെടണം. രണ്ട്, ഇവിടെ പറഞ്ഞ് നിർത്താം, ഇത് തീരത്തില്ല. നാളെ മുതൽ അത്ര വായിച്ചു തന്നാണ് അറിയണം. അപ്പോൾ രണ്ടാമത്തെ വലിയൊരു പ്രശ്നക്കാരൻ, ഒന്ന് ഇവിടെ നിന്ന് സെൽഫ്. രണ്ട്, നിങ്ങളെല്ലാം വായോട് വായിൽ എന്തുകൊണ്ട് പല്ലുണ്ട് അല്ലേ? പിന്നെ വേറെ സാധനങ്ങൾ വേണം. ആ നാക്ക്. അപ്പൊ ഇത്രയും നമ്മളെ സഹായിക്കുന്ന അവയും വേറെ ഇല്ല. എന്തേലും മുള കിട്ടിയോണ്ട്, എരി കിട്ടിയോണ്ട്, ചിരി കിട്ടിയോണ്ട്, പഞ്ചാര കിട്ടിയോണ്ട്,
അത് അതുപോലെ സ്വീകരിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന നാക്കാണ്. ആ നാവിന്റെ ഉപയോഗം ശ്രദ്ധയോടെ ആയിരിക്കണം. കടിഞ്ഞാണിടാൻ പഠിക്കണം. നാവിന് കടിഞ്ഞാണിടാൻ പഠിക്കണം. നിയന്ത്രണം വിട്ടാൽ തിരിച്ചെടുക്കാൻ കഴിയില്ല. ഇതൊക്കെ പുറത്തു പോയാൽ പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല. കുടുംബ ബന്ധങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്ര വലുതാണ് ഈ നാട് ഉണ്ടാക്കുന്നത്. കൂട്ടായ്മയിൽ ഈ നാട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ നാവ് വളരെ ശക്തിയുള്ളതാണ്. അത് മാത്രവും ഈ നാവിന് ഒത്തിരി കഴിവുകളുണ്ട്. ഈ നാവിൻ്റെ 135 പ്രാവശ്യം ഈ നാവിനെ കുറിച്ച് വേദോക്തത്തിൽ പറയുന്നു. 36 പ്രാവശ്യം നാവുകളെ കുറിച്ച് പറയുന്നു. വിശുദ്ധീകരണ കാലയളവിൽ ഈ നാവ് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? കല്ലുകൊണ്ടാണ്, മണ്ണുകൊണ്ടാണ്? എന്തുകൊണ്ട് ഈ നാവ് ഉണ്ടാക്കിയിരിക്കുന്നത്? വിത്ത് മസിൽസ്. ആ മസിൽ കൊണ്ട് നിർമ്മിച്ചതാണുള്ള ഈ മസിൽ അവയവം, പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ്. ഈ മസിലുകൾ ഇതിന് രൂപം കൊടുക്കും. ഷേപ്പ് ചെയ്യുന്നതിന് നമ്മുടെ നാവ് വളയ്ക്കാനൊന്നും തിരിക്കാനൊന്നും എല്ലാം വേണം ചെയ്യാം. അത് ഈ മസിൽസ് ആണ് സഹായിക്കുന്നത്. നമുക്ക് സംസാരിക്കാൻ, ഭക്ഷണം കഴിക്കാൻ നാം നമ്മളെ സഹായിക്കുന്നു. ഇത് പ്രത്യേക ഒരു മെമ്മറിന് ഇതിനുണ്ട്. അതുകൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. ആ കവറിന്റെ മുകളിലാണ് ചെറുതായിട്ട് ടേസ്റ്റ് ബഡ്. ആ ബഡാണ് നമുക്ക് രുചി തരികയോ രുചി തരാതിരിക്കുകയോ ചെയ്യുന്നത്. സ്ത്രീകളുടെ നാവിന് എത്ര നീളമുണ്ട്, എത്ര ചിഹ്നങ്ങളുണ്ട്? പുരുഷന്മാർ നാളെ ചെന്നൊന്നും അളന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ടാകരുത്. ഞാൻ കേട്ടതനുസരിച്ച് ഞാൻ പറഞ്ഞത്, സാധാരണ ഒരു സ്ത്രീയുടെ നാവിന് 3.1 ഇഞ്ചാണ്. ഒരു പുരുഷന്റെ നാവിന് 3.3. ഞാൻ ആദ്യം വിചാരിച്ചു തിരിച്ച 3.3 പുരുഷന്മാരുണ്ട്. നാവിന്റെ 3 ദൗത്യങ്ങളാണ്: രുചി അറിയുക, സംസാരിക്കാൻ സഹായിക്കുക, ഭക്ഷണകാലങ്ങൾ കഴിക്കുക. പക്ഷേ ഈ നാവിനെ കുറിച്ച് വളരെ ശക്തമായ ചില കാര്യങ്ങൾ പറയുന്നു. രുചി മാത്രം അറിയുന്നല്ല, ചിലരുടെ നാവ് ദഹിപ്പിക്കുന്ന തീയാണ്. James chapter 3 verse 6. ചിലരുടെ നാവ് ദഹിപ്പിക്കുന്നതാണ്. ചില വിശ്വാസികളുടെ ഭാവി, ചില വിശ്വാസികളുടെ ജീവിതം നശിപ്പിക്കുന്നതാണ് ഈ നാവ്. എൻ്റെ നാവ് കൊണ്ട് ആർക്കെങ്കിലും ദോഷം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പോയി ഓസിച്ച് പ്രാർത്ഥിക്കാനുള്ള കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കണം. എൻ്റെ നാവിൻ്റെ വാക്കുകൾ, എൻ്റെ നാത്തും, എൻ്റെ അടിയൻ, എൻ്റെ അമ്മായിയപ്പൻ, എൻ്റെ അനുജൻ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അതിന് ഉത്തരം കൊടുക്കേണ്ടി വരും. ചിലരുടെ നാവ് ദഹിപ്പിക്കുന്ന അഗ്നി മാത്രമല്ല, കത്തിയാണ്. കത്തി വെക്കുന്നൊക്കെ പറഞ്ഞു കേട്ടുണ്ട്. ഇതൊരു കത്തിയാണ് നാവ്. 52-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം, Psalm 52 verse 2. ക്ഷൗരക്കത്തി പോലെ നിന്റെ നാവ് ദുഷ്ടത വകഞ്ഞുണ്ടാക്കുന്നു, നന്മയേക്കാൾ തിന്മ ഇഷ്ടപ്പെടുന്നു. ഈ നാവ് പ്രൊമോട്ട് ചെയ്യുന്ന തിന്മ മാത്രമാണ്. ഒരു വിശ്വാസിക്ക് ചെയ്യുന്ന നാവ് സത്യം പറയുന്ന നാവ്. തീർച്ചയായിട്ടും സത്യം പറയുന്ന ഒരു നാവ് നമുക്കുണ്ടെങ്കിൽ എത്ര സന്തോഷമായിരിക്കും. പ്രോവർബ് 12:19 പറയുന്നുണ്ട്, സത്യം പറയുന്ന നാവ്. ആ നാവ് എന്നേക്കും നിലനിൽക്കും. അത് മാത്രമല്ല, യെശയ്യാ പ്രവചനം 50-ാം അധ്യായം 2-ാം വാക്യം, യെശയ്യാ 50:2, യെശയ്യാ 50 verse 4, തളർന്നിരിക്കുന്നവനെ താങ്ങി ശക്തീകരിക്കുന്നവരാണ്. ഇവിടെ ഇരിക്കുന്ന എത്രയോ പേരങ്ങനെ പ്രിയപ്പെട്ടവരെ ശക്തീകരിച്ചിട്ടുണ്ട്, ക്ഷീണിച്ചിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുട്ടി എന്നെ പലപ്പോഴും ശക്തീകരിച്ചിട്ടുണ്ട്. നല്ല വാക്കൊക്കെ പറയാൻ, ചിലപ്പോൾ തമാശ പറയാൻ, ചിലപ്പോൾ മനസ്സിന് തണുപ്പ് വരുന്ന വാക്കുകൾ അറിയില്ല. ഇവിടെ ഇരിക്കൊണ്ടറിയാം. പ്രിയമുള്ളവരെ, അങ്ങനെ മനസ്സിന് തണുപ്പ് വരുത്തുന്നതാണ് നമ്മുടെ നാവ്. തീയല്ല, അഗ്നിയല്ല, വാളല്ല, കത്തിയല്ല. പിന്നെന്താ പറയാമോ? ഒരു സഹോദരിയുടെയെങ്കിലും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ എൻ്റെ നാം ഉപയോഗിക്കുന്നുവെങ്കിൽ the period between
റൈച്ചസ്നെസ് ആൻഡ് ഗ്ലോറിഫിക്കേഷൻ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. എന്നെ രക്ഷയിലേക്ക് നയിക്കുന്നതായ ഒരു പ്രവൃത്തിയാണ്. ഇൻ ബിറ്റ്വീൻ എൻ്റെ നാം ഉപയോഗിച്ച് ചിലരെ തളർച്ചയിലിരിക്കുന്നവർക്ക്, പ്രിയമുള്ളവരെ, തളർന്നിരിക്കുന്നവരുടെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയണം. PhD-ക്കാർക്ക് പോകുന്നത് സാധിക്കുകയില്ല. കാരണം എത്ര പേര് നാക്കിൻ്റെ PhD എടുത്തെന്നും ഈ ആശയത്തിൻ്റെ PhD എടുത്തെന്നും എനിക്കറിയില്ല. PhD ഒത്തിരി ഇപ്പോൾ ഉണ്ടാകുന്നു. വെരി ഗുഡ്. ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയാണ് ഇത്. 12ാം സ്റ്റാൻഡേർഡ് പാസ്സാകുന്നവർക്ക് മാത്രമല്ല, ഏത് വിശ്വാസിക്കും ഉള്ള കൃപ ദൈവം തന്നിരിക്കുകയാണ്. തകർന്നവനെ താങ്ങുവാൻ കഴിവുള്ളതായുള്ള ഒരവയവമാണ് എന്ത്? നമ്മുടെ നാക്ക്. നമ്മുടെ നാവ് കുഴഞ്ഞിരിക്കുന്നവരെ നിരാശപ്പെടുന്നവരെ ശക്തീകരിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരവയവമാണ് നമ്മുടെ നാക്ക്. ആ നാക്കിൻ്റെ വാക്കുകൾ എല്ലാം ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ഈ കാലങ്ങളിൽ നാം ചെയ്യണം. പ്രിയമുള്ളവരെ, വായ് കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം. 39-ാം സങ്കീർത്തനം 1-3 Psalm 39:1-3 ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വായ് കടിഞ്ഞാണിട്ട് ഞാൻ കാക്കും. നമ്മളെ കൺട്രോൾ ചെയ്യുവാൻ ദൈവത്തിന് അനുവാദം കൊടുക്കുക. ഏറ്റവും വലിയ ഒന്നും ചെയ്തില്ല. എന്നെ കൺട്രോൾ ചെയ്യുവാൻ ആരെ അനുവദിക്കണം? ദൈവത്തെ അനുവദിക്കണം. Then only you will be fulfilled in the righteous way, the period between righteousness and glorification. ഈ 6 പീരീഡിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ പ്രവർത്തിക്കേണ്ടതാണ്. മാത്രമല്ല, ഒരു ഉദാഹരണം പറയാനുണ്ടായിരുന്നു. ഞാൻ അത് വിട്ടില്ല, പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വിടുകയാണ്. ഞാൻ കണ്ട ഒരു കാഴ്ച, 2 സഹോദരന്മാർ, ഈ വീട്ടിലെ ആ വീട്ടിലെയും സഹോദരന്മാർ ഏതാണ്ടെല്ലാം വാക്ക് പറഞ്ഞ് പറയാറുണ്ട്. കവളമണൽ കേട്ടിട്ടുണ്ടോ? കവളമണൽ കണ്ടിട്ടുണ്ടോ? ആ ഒരു സഹോദരൻ അറിയാമോ, വലിയൊരു കവളമണൽ എടുത്തുകൊണ്ട് മറ്റേ സഹോദരനെ ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. അപ്പോൾ അകത്തുനിന്ന് ഒരു ശബ്ദം, അവരാച്ചാ തന്നെ മഴ താഴ്ന്നു. മഴക്കുണ്ടാക്കി ശക്തിയോടെ ഇരുന്നവർ 2 പേരും കൈ കൊടുത്തു. ഒറ്റ വാക്ക്, അവരാച്ച. ഈ നാവിന്റെ ശക്തി എന്നാണ്, ഈ നാവിന്റെ കഴിവെന്ന് മാത്രമാണ്. അത് പറയേണ്ടവളാ പറഞ്ഞത്, വിലക്തിയാണ് പറയേണ്ടവൾ. ഈ ശുശ്രൂഷിക്കുന്നവർ അത് പറയുമ്പോൾ അതിന് വെളിക്കാട്ടുന്നവർ. അപ്പോൾ പ്രിയമുള്ളവരെ, നാശം വരുത്തുന്ന മുഖസ്തുതി പറയാതിരിക്കുക. കോപം ഉളവാക്കുന്ന ഏഷണി ഈ നാവുകൊണ്ട് പറയാതിരിക്കുക. വാക്യമുണ്ട് പ്രോവർബ് 25:23. മാത്രമല്ല, നാശം വരുത്തുന്ന മുഖസ്തുതി ഈ നാവുകൊണ്ട് പറയരുത്. 26-28 പ്രോവർബ്. ചക്കരവാക്കിനേക്കാൾ ശാസനം നല്ലത്, ചക്കരവാക്ക് പ്രീതി വർദ്ധിപ്പിക്കും, എന്നാൽ ബന്ധം തകർക്കും. ചക്കരവാക്ക് ഇവിടെ ചക്കര കിട്ടത്തില്ല. ചക്കരവാക്ക് തീർച്ചയായിട്ടും ശാലിനേക്കാൾ നല്ലത് ശാസനയാണ്. പ്രോവർബ് 28:23. വാക്കിലല്ല പ്രവൃത്തിയിലൂടെ സ്നേഹിക്കുകയും. 1 John 3:18. പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടെ പറഞ്ഞു. ആ അപ്പച്ചൻ നല്ല അപ്പച്ചൻ. സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ദീപം കണ്ടപ്പോൾ തനിക്കുള്ള സകല കഴിവുകൾ, 2 വീലുള്ള ഒരു ചക്രം 2 വീലുള്ളതായ ഒരു വാഹനം അദ്ദേഹത്തിനുണ്ടായി. ഇവാഞ്ചലിക്കൽ സഭയുടെ സമയത്ത്, ആരംഭ സമയത്ത്, തുടങ്ങിയ സമയത്ത് എത്ര പെട്രോൾ മേടിച്ച് എത്ര കിലോമീറ്റർ വേണത് ഈ അപ്പച്ചൻ എന്തെന്നറിയാമോ? ഇവാഞ്ചലിക്കൽ സഭയ്ക്ക് വേണ്ടി ഓടി നടക്കും. അങ്ങനെ പെട്ടെന്നാണ് ഒരു സഭ, ഒരു ഇടവക ചട്ടിക്കുട്ടിയത്. അതിനുശേഷം ഈ അപ്പച്ചൻ നല്ലതായിട്ട് പ്രസംഗിക്കും. അപ്പച്ചൻ ചെലവാക്കുന്നത് പോലെ മറ്റാരും ആ ഇടവകയിൽ പണം സഭയ്ക്ക് വേണ്ടി ചെലവാക്കുന്നത്. പക്ഷേ ഈ സഭയിൽ നിൽക്കാൻ അപ്പച്ചൻ സാധിച്ചില്ല. അതെന്താണെന്നറിയാം, അപ്പച്ചൻ എല്ലാ ശുശ്രൂഷയും ചെയ്യും. നാക്കെടുത്താൽ മറ്റുള്ളവരെ കുറ്റം പറയും, കൂടെ കൊണ്ടുനടക്കാൻ പാടില്ല. ഈ അപ്പച്ചൻ്റെ വാക്കുകൾ കൊള്ളത്തില്ല. എൻ്റെ ആയുസ് ആദ്യമായി
ചീത്ത എന്ന് പറയുന്ന സാധനം നല്ല മറുഭാഷയിൽ പറഞ്ഞു. ഏകദേശം 15 മിനിറ്റ് അദ്ദേഹം എന്നെ ചീത്ത വിളിച്ചു. എന്തിനാണ് ഇപ്പോഴും എനിക്കറിയാം. നല്ലതായി കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, പക്ഷെ നാവ് മാനസാന്തരിക്കുക. അതുകൊണ്ട് ഇവാഞ്ചലിക സഭയിൽ അതിനാൾ നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കർത്താവ് നമുക്ക് നാവ് തന്നിരിക്കുന്നു. കർത്താവിനെ ഉയർത്തുവാൻ, അവരുടെ നാമം ഉയർത്തുവാനായി. പ്രിയമുള്ളവരുടെ, അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നാം വരുമ്പോൾ നമുക്കുള്ള സന്തോഷം വളരെ വളരെ അനുഗ്രഹിക്കപ്പെടുന്നതാണ്. പിശാചിന്റെ മകൻ ദൈവത്തിന്റെ മകനാകുമ്പോൾ അവനെ കണ്ടാൽ അറിയാം, അവളെ കേട്ടാൽ അറിയാം, അവളെ തൊട്ടാൽ അറിയാം. ദൈവത്തിന്റെ പൈതലിനെ, വീണ്ടും ജനിച്ചവനെ, പിശാചിന്റെ മകള് ദൈവത്തിന്റെ മകളായി തീരുമ്പോൾ അവളെ കണ്ടാൽ അറിയാം, അവനെ കേട്ടാൽ അറിയാം, അവനെ തൊട്ടാൽ അറിയാം. ഇന്ന് തൊട്ടാൽ അറിയാം ഇവാഞ്ചലിക്കാരൻ ആരാണ്. ചെറുതായിട്ടൊന്ന് തൊട്ടാൽ എന്തൊരു ബേസ്റ്റിംഗ് ആണ് അറിയാം. പ്രിയമുള്ളവരെ, നമ്മുടെ നാടിനെ ദൈവം ആശീർവദിക്കട്ടെ. ഈ വ്യതിയാനം എങ്ങനെ അറിയാം? ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നതിനാൽ ക്രിസ്തുവിന്റെ സ്വഭാവം ഉണ്ടാകും. When you are made righteous, you are supposed to put on Christ. So his beauty will be seen in me. സൗകര്യവാസനയുള്ളതായ ജീവിതം നമുക്കുണ്ടാകും നാം ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ. ഇനി നാം ചിന്തിക്കാൻ പോകുന്നത്, നീതീകരണം പ്രാപിച്ചവന് എന്ത് സംഭവിക്കും? What will happen to those who become righteous? Thank you very much. നിങ്ങൾ ഇത് തുടരുന്നതായിരിക്കും കേട്ടോ. ഞായറാഴ്ച കിട്ടിയാൽ പറയാനോ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ നാളെ കൊണ്ട് ഞാൻ തീർക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ പറയട്ടെ, എൻ്റെ ആയുസ്സിൽ ആദ്യമായിട്ടാണ് ഈ വാക്യം ഞാൻ പഠിക്കുന്നത്. ഈ വാക്യം പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. കർത്താവേ, ഈ ഒരു കോൺഗ്രിഗേഷനിൽ ഇത് പറയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാം. ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ജനത്തിൻ്റെ അനുഭവം ഉണ്ടാകട്ടെ. നമുക്ക് ഒരു തലമുറയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വീണ്ടും ജനത്തിൻ്റെ അവസ്ഥയിൽ ജീവിച്ച് പ്രവർത്തിക്കാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, വീണ്ടും ജനത്തിൻ്റെ അനുഭവത്തിൽ എൻ്റെ നാവിനെ ഉപയോഗിക്കുവാൻ, എൻ്റെ സ്വാർത്ഥത്തെ ഉപയോഗിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ.